കോടതിയിൽ ഹാജരാക്കണ്ട സാറേ നാളെ. അതാ പറഞ്ഞ ഇവനെ ഞാൻ നാളെ കോടതി മുമ്പ് ഹാജരാക്കും. വല്ല സരളരെയോ രമേരെ മുമ്പ് ഹാജരാക്കി ഈ പറഞ്ഞ മുമ്പ് ഹാജരാക്കല്ലേ? എവളെ മുമ്പേ? ഗോമതിന് മുമ്പ്. അയ്യോ ഗോമതിന് മുമ്പിലല്ല, കോടതിന് മുമ്പിൽ ഹാജരാക്കും. ഇവന്റെ 20 മുതൽ സാധനം എടുത്തവനെ ജീപ്പിക്കറ്റ്. ആകെ 1/2 ലിറ്റർ സാധനം അല്ലേ കിട്ടിയുള്ളൂ. എടോ കോടതിക്ക് 1 ഗ്ലാസ് സാധനം മതി, തെളിവായിട്ട് എടുത്തോണ്ട് വാ. അതല്ലെന്നീ ഇവനെ പിടിച്ച ടെൻഷനിൽ ഞാൻ ഇന്നലെ രാത്രി അത് മൊത്തം അടിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ഈ വാറ്റ് രംഗം ഈ സ്റ്റേഷനിൽ വെച്ച് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്താലോ? ഈ സ്റ്റേഷൻ താണ്ടി വാറ്റ് കേന്ദ്രമാക്കൂടൂ. അങ്ങനെയല്ല സാറേ, ഇവനെ കൊണ്ട് വാറ്റിച്ചിട്ട് ഈ വാറ്റ് ചാരായം എടുത്ത് ഇവന്റെ തലയെ കെട്ടി വെച്ചിട്ട് കോടതി കൊണ്ടുപോയി നമുക്ക് തെളിവായിട്ട് വെച്ചൂടെ സാറേ? അയ്യോ എന്റെ സാറിന് വീണ്ടും പനി. അയ്യോ പനിയല്ല, ഞാൻ ഈ ബുദ്ധിക്ക് ഒരു സല്യൂട്ട് എന്നതാ. അങ്ങനെ ഇരിക്കാനല്ല. ഒരു കാര്യം പറയട്ടെ, അതെ ഞാൻ 22 ദിവസം കഴിഞ്ഞ് റിട്ടയർഡ് ആവുകയാണ്. അതുകൊണ്ട് റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് ഒരു നന്മയുള്ള കാര്യം ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം. ചെയ്യണം സാറേ. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. മഹാപ്രഭു ഹരി രാമകൃഷ്ണ ജഗന്നാഥ വർമ്മ. ജഗന്നാഥ വർമ്മ? മനുവർമ്മയാ? അല്ല, സംയുക്ത വർമ്മ. സാറേ ഇവന്റെ ഷവർമ അടിച്ച് കലക്ക് സാറേ. ഒന്നും പറയല്ലേ, അവന് വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായി? What did you say? What you do say? Bloody buggers. Don't repeat it. ഞാൻ റിപ്പീറ്റ് ഇല്ല. താനും റിപ്പീറ്റ് അല്ലേ? നീ റിപ്പീറ്റ്. അങ്ങ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് LLB ബിരുദം, അങ്ങ് നേപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് BA ബിരുദം, അങ്ങ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെയിൻ നടന്റെ ബിരുദം. കണ്ടാടോ, ചാരായം മാറ്റി നടക്കുകയാണെങ്കിലും കുട്ടിക്കാലത്ത് ഇതെല്ലാം പഠിച്ച് അവൻ ബിരുദം നേടിയിട്ടുണ്ടെന്ന്. ആരെ പണിച്ച്? പിന്നെ ഇതൊക്കെ ഞാൻ മോഷ്ടിക്കാൻ പോയപ്പോ അവിടെ നിന്ന് മോഷ്ടിച്ച സർട്ടിഫിക്കറ്റുകളല്ലേ? എന്നാലും അവനെ മാറ്റാൻ പ്രചോദിപ്പീര് സാറേ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ 22 ദിവസം റിട്ടയർ ആവുകയാണല്ലോ. അന്ന് എന്റെ സഹപ്രവർത്തകരെല്ലാം വരും. അവർക്കൊരു ആഗ്രഹം, വിദേശ മദ്യം കഴിച്ച് മടുത്തു, അതുകൊണ്ട് കുറച്ച് വാറ്റി ചാരായം. ഞാൻ എന്തായാലും നിന്നെ വെറുതെ വിടുവല്ലേ, അപ്പൊ നീ എനിക്ക് കുറച്ച് വാറ്റി തന്നിട്ട് പോകണം. ഞാൻ നിർത്തി. സംഭവം കഴിയുമ്പോ എന്നെ തൂക്കി ആത്തോടാനല്ലേ? നീ പേടിക്കണ്ട, ഇവിടെ ചില സമയമുണ്ടല്ലോ. ഈ സാറ് കൊച്ചു പട്ടിക്കുട്ടിയില്ലേ, പട്ടിക്കുട്ടിയുടെ സ്വഭാവമാണ്. മാറിയില്ല, നോക്കട്ടെ. പിങ്കി പട്ടിയായിട്ട് അഭിനയിര അങ്ങോട്ട്. പിങ്കി എന്നാലും നിങ്ങൾ പോലീസും ഞാൻ ഒരു വാറ്റുകാരൻ, നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അങ്ങനൊന്നും ഇല്ല. നമ്മൾ തന്നെ അളിയന്മാർ. ഇതൊന്നും നമ്മളെല്ലാം അളിയന്മാരല്ല. ഇതൊക്കെ എന്തോന്നളിയാ? ഇതൊക്കെയാണ് സ്റ്റേഷൻ സെറ്റപ്പുകൾ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിനക്ക് ചാരായം പറ്റല്ലാതെ ചെറിയ മോഷണോണ്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ട്. ഇടയ്ക്ക് ഈ വീട്ടിനകത്തുള്ള സാധനങ്ങൾ നീ എങ്ങനെ മോട്ടിക്കുന്നത്? രാജേന്ദ്ര, അതാണ് ബുദ്ധി. നമ്മൾ ജനലിന്റെ കമ്പി വളച്ച് അതിനകത്ത് കയറി മോട്ടിക്കും. ജനലിന്റെ കമ്പി വളയ്ക്കുന്നതൊക്കെ ഇതെങ്ങനെയാണ് അതിനകത്തൂടെ കയറ്റി വിടുന്നത്? രാജേന്ദ്ര, ബോഡി ഷെയിം രാജേന്ദ്ര. ഞാൻ ഒരു തമാശ പറഞ്ഞത്, ഒരു തമാശ പറഞ്ഞപ്പോഴേ ഇവരതൊക്കെ സീരിയസ് ആക്കിയടേ. അയ്യോ സാറേ, പിടി കലക്കളിയാ രാജേന്ദ്ര. നല്ലോണം കലക്ക്. രമണി. രമണിയാ? ഓ, അതാര് രമണി? എന്റെ ഭാര്യ. അതിന് ഇവിടെ കളയുന്നതിന്? എടേ, ഞാൻ ചാരായം പറ്റുമ്പോ രമണി എന്റെ കൂടെ ഉണ്ടാവും സഹായത്തിന്. അവളെ സമീപം ഉണ്ടെങ്കിൽ മാത്രമേ ചാരായം ഇട്ടിട്ട് വിടുള്ളൂ. നല്ലോണം കലക്കടി. നീ അങ്ങ് ഉണങ്ങിപ്പോയില്ലടി രമണി. ഈ ഇടയായിട്ട് ഞാൻ ആഹാരം കഴിക്കാറില്ല സാറല്ല, രമണി. എടാ തക്കുടു. ഓ, ഇതെന്റെ ഭാര്യ രമണി. ഞങ്ങൾക്ക് ജനിച്ച മോനാണ് തക്കുടു. നീ വാടാ ഇപ്പുറത്ത്. എന്താണ് ചന്തയിൽ ചെളി? കളിക്കാൻ പോയപ്പോ എവിടെ പറ്റിയതാ? എടി, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പിള്ളേർ സ്കൂളിൽ നിന്ന് കളിക്കാൻ വിടല്ലെന്ന്? അവന് ഇത്തിരി ബുദ്ധി കുറവാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തോന്ന് ബുദ്ധി കുറവ്? 8ാം മാസത്തിലല്ലേ അവനെ പ്രസവിച്ചു. ഞാൻ പറഞ്ഞ 8ാം മാസത്തിൽ എന്നോട് പറയാം. അതങ്ങനെ സംഭവിച്ചു പോയെന്ന്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ